ചെറുപ്പകാലത്തിലും വലുതായിട്ടൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു കമന്റ് ആണ്, നീ വളരെ ഇമോഷണൽ ആണ് അല്ലെങ്കിൽ നീ വളരെ സെൻസിറ്റീവ് ആണ് എന്നൊക്കെ. എപ്പോഴും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതും ഇമോഷണൽ ആയിരിക്കുന്നതും ഒക്കെ വളരെ വീക്കായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പൊതുവെ ആളുകൾ കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇമോഷൻസ് എന്ന് പറയുന്നത് സപ്രസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ജീവിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ്, നമ്മളൊരു ഹ്യൂമൻ ആണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുക. എന്നാൽ ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ തന്നെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടൂൾ ആണ് എന്ന് ഞാൻ പറയും. നമുക്ക് വേണ്ടെടുത്ത് ഉപയോഗിക്കുകയും വേണ്ടാത്തടത്ത് ഉപയോഗിക്കാതിരിക്കാനും ഉള്ള വിവേചനം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ടൂൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്? നമുക്ക് നോക്കാം. ഒരാൾ ഇമോഷണലി ഇന്റലിജന്റ് ആകുന്നത് എപ്പോഴാണ്? സ്വന്തം ഇമോഷൻസ് തിരിച്ചറിയാനും മനസ്സിലാക്കാനും വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യാനും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും അതുമായിട്ട് എംപതൈസ് ചെയ്യാനും ഒക്കെ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ പറയും ആ വ്യക്തി ഇമോഷണലി ഇന്റലിജന്റ് ആണ് എന്ന്. ഞാൻ എംപതൈസ് എന്ന് പറയാനുള്ള കാരണം, പലപ്പോഴും മറ്റുള്ളവരുടെ വികാരങ്ങൾ, ഉദാഹരണത്തിന് ഒരാൾക്ക് വിഷമമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളോട് സിമ്പതൈസ് ചെയ്യാറാണ് പതിവ്. അതായത് ആ വ്യക്തി അവിടെ നിൽക്കുക, നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറി നിന്ന് അയാളുടെ ഇമോഷൻസ് ഒബ്സർവ് ചെയ്തുകൊണ്ട് അയാളോട് സഹതപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എംപതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് ആയി കണ്ട് അതിനെ ഫീൽ ചെയ്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് എംപതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് സ്വന്തം ഇമോഷൻസ് എന്ന പോലെ കാണാനും കഴിവുണ്ടെങ്കിലേ അയാൾ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റൂ. നമ്മുടെ ഫാമിലിയിലും ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയ്ക്ക് ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള 2-3 പേരുണ്ടെങ്കിൽ തന്നെ ആ ഒരു എൻവയൺമെന്റ് വളരെ ബൈൻഡിങ് ആയിട്ട് പോകും. ചിലപ്പോൾ പലരും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരിക്കാം, ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, ശരിക്കുമുള്ള വഴക്കുകൾ, തർക്കങ്ങൾ തന്നെ ഉണ്ടായേക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരുടെയും ഇമോഷൻസ് മനസ്സിലാക്കാനും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും ഇത്തരക്കാർക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ വർക്ക് സെറ്റപ്പിലാണെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇവർക്ക് ഇവരുടെ ഇമോഷൻസ് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരുടെ ഇമോഷൻസ് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടും അധികം കോൺഫ്ലിക്റ്റുകളൊന്നും, ഈവൻ ഇഫ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാലും അത് നീണ്ടുപോയി ഒരു അൺഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഇത്തരക്കാർക്ക് ഉള്ളത്. കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ ഇടയ്ക്ക് ഇമോഷണൽ ഇന്റലിജൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇത്തരം ആൾക്കാരുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതെല്ലാം ഇമോഷണലി ഇന്റലിജന്റ് നമ്മളാകുവാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു സ്ട്രെസ്സർ ഇവന്റ് ഉണ്ടാകുമ്പോൾ ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കാറില്ല. കൂടുതൽ പേരും വളരെ ഇമ്പൾസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുക, ഫ്രസ്ട്രേഷൻ കാണിക്കുക, അപ്സെറ്റ് ആയിട്ടിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ കുറച്ചും കൂടെ നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ തോട്ട്സിന് ആ സമയത്ത് ഒരു ക്ലാരിറ്റി കിട്ടിയേക്കാം. നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ മാറി നിന്നൊന്ന് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ തന്നെ ആ ഇമോഷൻസ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നും അതുവഴി അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ചിലപ്പോൾ നമുക്ക് തന്നെ ലഭിക്കും. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ അതൊരു വലിയ മൈൻഡ് സെറ്റ് ഷിഫ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തിങ്കിങ് രീതിയിലേക്കോ ഒക്കെ പോകും. അതായത് നെഗറ്റീവ് ആയ ഒരു സിറ്റുവേഷനെ പോലും നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് വഴി ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. തിയറി ഓഫ് അറ്റാച്ച്മെന്റ് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഇമോഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എന്നാണ്. അതായത് നമ്മുടെ ദേഷ്യം, സങ്കടം, സന്തോഷം, പേടി എന്നിങ്ങനെയുള്ള വികാരങ്ങളൊക്കെ തന്നെ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഇമോഷണൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്തിരിക്കും ഇപ്പോൾ നമ്മൾ അതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ പ്രൈമറി കെയർ ടേക്കർ, കൂടുതൽ ആളുകളുടെ കേസിൽ അത് അമ്മയായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും, അല്ലെങ്കിൽ റിലേറ്റീവ്, ആരുമായിക്കോട്ടെ. നമ്മുടെ പ്രൈമറി കെയർ ടേക്കർ നമ്മുടെ ചെറുപ്പത്തിലെ ഉള്ള ഇമോഷൻസിനെ വാല്യൂ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളെ അവർ കേൾക്കുന്നുണ്ടെന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവരുടെ ഇമോഷൻസിനോട് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുകയും ഇമോഷൻസിനെ അവരൊരു അസറ്റായിട്ടായിരിക്കും കാണുന്നത്, ഒരിക്കലും ഒരു വീക്ക്നെസ് ആയിട്ടായിരിക്കത്തില്ല കാണുന്നത്. എന്നാൽ ചെറുപ്പത്തിലെ തന്നെ ഒരു കുട്ടി ആ കുട്ടിയുടെ ഇമോഷൻസിനെ ചൊല്ലി കൺഫ്യൂസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ആ കുട്ടി ആരും കേൾക്കുന്നില്ല എന്ന തോന്നലായിരുന്നു, ഇമോഷൻസ് ഹെൽത്തി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വീട്ടിലില്ലായിരുന്നു, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്,
പേടിയായിരുന്നു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ ഇമോഷൻസിൽ നിന്നും വളരെ ഡിസ്റ്റന്റ് ആയിരിക്കും വളർന്നു വരുമ്പോഴത്തേക്കും. അതായത് അവരുടെ ഇമോഷൻസിനെ തന്നെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ അൺഹെൽത്തി ആയിട്ട് ചിലപ്പോൾ ഇവർ ഇമോഷണൽ എക്സ്പ്രഷൻ നടത്തിയെന്നിരിക്കാം. സ്വന്തം ഇമോഷൻസിനെ പോലും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നത്. ചുറ്റുമുള്ളവരും ഒരുപക്ഷെ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നോർത്ത് കൺഫ്യൂസ്ഡ് ആയേക്കാം. ചിലർക്ക് കോൺഫ്ലിക്റ്റ് ഒട്ടും പറ്റത്തില്ല. കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ടായിരിക്കും അവരവരുടെ ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യരല്ലേ, ഇമോഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസ് ഭാവിയിൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് നയിക്കും. അതുകൊണ്ട് എപ്പോഴും ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ ചാനൽ ചെയ്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാനാണെങ്കിലും സോഷ്യൽ കണ്ടീഷനിങ് വഴി ആൺകുട്ടികൾ കരയാറില്ല. ഒരു മരണം ഉണ്ടായാൽ പോലും ചിലപ്പോൾ പൊട്ടിക്കരയണമെന്നുണ്ടെങ്കിൽ പോലും അവര് കരച്ചിലടക്കി ഇങ്ങനെ നിൽക്കും. ഒരുപക്ഷെ അവരുടെ അടുത്ത ഒരു സുഹൃത്തിനോട്, അവർ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരാളോട് അവരൊന്ന് പൊട്ടിക്കരയുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ ചിലപ്പോൾ പെട്ടെന്ന് അവർ ആ ഗ്രീഫിൽ നിന്ന് റിക്കവർ ചെയ്യും. അതേസമയം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഗ്രീഫ് ചിലപ്പോൾ അതൊരു ഡിപ്രഷനായി മാറാനുള്ള സാധ്യതയുണ്ട്. പല പഠനങ്ങളും പറയുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരെക്കാട്ടിലും ഇമോഷണലി സ്ട്രോങ്ങും ഇമോഷണലി ഇന്റലിജന്റും എന്നുമാണ്. ഇതിന് ജൈവികപരമായതും മനഃശാസ്ത്രപരമായതും എവല്യൂഷണറി ബേസിസിലുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു ജനറലൈസേഷൻ അല്ല ഒരിക്കലും. ഇത് പല പഠനങ്ങളും പറയുന്നതാണ്. അതായത് മെജോറിറ്റിയും അങ്ങനെയാണെന്നാണ്. തീർച്ചയായിട്ടും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീകളും എന്നാൽ വളരെയധികം ഇമോഷണലി ഇന്റലിജന്റും വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള പുരുഷന്മാരും ഉണ്ട്, ഇല്ലെന്നല്ല. സ്ത്രീകളിലെ ഇമോഷണൽ കണക്ഷനും എംപത്തിക്കുമൊക്കെ ഒരു കാരണം ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ആണ്. ഇത് ബോണ്ടിങ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലെ ഇമോഷണൽ സെന്ററായ ലിംബിക് സിസ്റ്റം സ്ത്രീകളിൽ വളരെയധികം ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമോഷൻസ് കുറച്ചും കൂടി ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും സാധിക്കാറുണ്ട്. ഇനി എവല്യൂഷണറി ബേസിസ് പറയുകയാണെങ്കിൽ പ്രാചീന കാലം മുതൽക്ക് തന്നെ കുഞ്ഞുങ്ങളുടെ പ്രൈമറി കെയർ ടേക്കേഴ്സ് എന്ന് പറയുന്നത് അമ്മമാരാണ്. കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും അവർക്ക് വേണ്ടിയിട്ട് കെയർ ചെയ്യുന്നതും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതും എല്ലാം അമ്മമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ കെയർ ചെയ്യാനും ഫാമിലി ഡൈനാമിക്സ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എവല്യൂഷണറി ബേസിസിൽ നോക്കുകയാണെങ്കിലും സ്ത്രീകൾ ഇമോഷണലി സ്ട്രോങ് ആവേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് മറ്റുള്ളവരോട് തുറന്നു പറയാനും ഇനി മറ്റുള്ളവരുടെ പ്രശ്നം കേട്ടാൽ അതിനോട് കൂടുതൽ എംപതൈസ് ചെയ്യാനും സാധ്യത കൂടുതൽ സ്ത്രീകൾക്കാണ്. അപ്പൊ ചോദിക്കും പുരുഷന്മാർക്ക് ഇമോഷൻസ് ഇല്ലേന്ന്. തീർച്ചയായിട്ടും ഇമോഷൻസ് ഉണ്ട്. സപ്രഷൻ ആണ് ഒരു മെയിൻ ഫാക്ടർ. കൂടുതൽ പുരുഷന്മാരും അവരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാറുണ്ട്, അവരറിഞ്ഞോ അറിയാതെയോ. അതിന്റെ ഏറ്റവും വലിയ ഫാക്ടറാണ് സോഷ്യൽ കണ്ടീഷനിങ്. നീ ഒരു ആൺകുട്ടിയല്ലേ, കരയാൻ പാടുണ്ടോന്ന് നമ്മൾ തന്നെ എത്ര സിനിമകളിൽ കേട്ടിരിക്കുന്നു, നേരിട്ട് കേട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ടോക്സിക് മസ്കുലിനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ കേട്ട് വളരുന്ന ഒരു പുരുഷൻ ചിന്തിക്കുന്നത് ഞാൻ സ്ട്രോങ് അല്ലാതാകും, എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്താൽ ഞാൻ വീക്ക് ആകും എന്നാണ്. അപ്പോൾ അതിനെ സപ്രസ് ചെയ്യാൻ ചെറുപ്പത്തിലെ തൊട്ടേ ട്രെയിനിങ് കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നു വരിക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീക്ക് എന്ന് ഇവർ വിചാരിക്കുന്ന ഇമോഷൻസ് ആയിട്ടുള്ള സങ്കടം, അതുപോലെ തന്നെ പേടി, ഇതിനെയൊക്കെ സൊസൈറ്റിയിൽ കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോംസ് ഓഫ് ഇമോഷൻ ആയ ദേഷ്യം, ഫ്രസ്ട്രേഷൻ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ടായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇമോഷൻസ് ഹെൽത്തി ആയിട്ടല്ല എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള രൂപമാറ്റം നടന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനർത്ഥം ഒരാൾ ദേഷ്യപ്പെടാനോ ഫ്രസ്ട്രേഷൻ കാണിക്കാനോ പാടില്ല എന്നല്ല. സ്വാഭാവികമായിട്ടും റീസണബിൾ ആയിട്ടും ജസ്റ്റിഫയബിൾ ആയിട്ടും ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒരാൾ ദേഷ്യപ്പെടുക തന്നെ വേണം എന്ന് കരുതി മറ്റ് ഇമോഷൻസിനെ എല്ലാം ദേഷ്യത്തിലേക്ക് ചാനൽ ചെയ്യുന്നത് അൺഹെൽത്തിയാണ്. കൂടുതൽ പുരുഷന്മാരും അവരുടെ ഇമോഷണൽ സ്ട്രഗിൾസിനെ ഇന്റേണലൈസ് ചെയ്യാറാണ് പതിവ്. അതങ്ങ് പാസ് ഓഫ് ആയി പോകും എന്നുള്ള ഒരു ധാരണയാണ്. പലപ്പോഴും പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിനെ അവരറിയാതെ തന്നെ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്. പുരുഷന്മാർ ഇനി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതൊരു വെർബൽ ഫോമിലായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ആക്ഷൻസ് വഴിയായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുക. ചിലപ്പോൾ എന്താണോ ആ ഇമോഷൻ കോസ് ചെയ്യുന്നത് ആ പ്രോബ്ലത്തിനെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്നതിലൂടെ ആയിരിക്കാം. അത് നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ്, ബീയിങ് പ്രാക്ടിക്കൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നല്ലൊരു കാര്യം സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ മോളെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം അവള് കരഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. അവളുടെ
28-ന് ചെവി കുത്താമെന്ന ആളെ ഞാൻ തൂക്കിയെടുത്ത് ഇടിച്ചാലെന്ന് ആലോചിച്ചു. കൂടുതലും മെയിൽ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ട് അവർ ഇമോഷണലി വൾണറബിൾ ആണ്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നവരാണ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും യങ് ജനറേഷനെ അത് കുറേ അധികം ഇത് വീക്ക്നെസ് അല്ല, ഇത് സ്ട്രെങ്ത് ആണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം. അത് നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കിയേക്കും. എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമല്ല, എല്ലാത്തിലും ആവശ്യമുള്ള കാര്യമാണ്. എന്നെ ഒരാൾ നോക്കി സ്നേഹമില്ലാതെ ഒരാൾ നോക്കിയിട്ട് പോകുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു ചിരി ഞാൻ ചിരിക്കുമ്പോൾ തിരിച്ചൊരു ചിരി ഞാൻ പ്രതീക്ഷിക്കും. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്സെറ്റ് ആവും. സ്ലോ ആയിട്ടാണെങ്കിലും ഇമോഷണൽ ആവുക എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്, റെസിലിയൻസ് ആണ് എന്നൊക്കെയുള്ള രീതിക്ക് ട്രെൻഡുകൾ മാറി ഇപ്പോൾ വരുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാത്തവർ, അവർ പലപ്പോഴും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരൊരു ബാക്ക്ലാഷ് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റിലുപരി അവർക്കൊരു ബ്ലെയിം ആയിട്ടായിരിക്കും തോന്നുന്നത്. നിങ്ങളുടെ ഇമോഷൻ ഒരിക്കലും അവർ മനസ്സിലാക്കുകയില്ല. അതിന് പകരം നിങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത് എന്നുള്ള രീതിക്ക് ഒന്ന് റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് കുറച്ചും കൂടി അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമെന്നാണ് മനഃശാസ്ത്രപരമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ ടിപ്പാണ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആക്കി പറയാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ള ഘട്ടത്തിൽ ദേഷ്യപ്പെടണമെന്ന് പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾക്കെതിരെ ഒരാൾ ഒരു സെക്സിസ്റ്റ് ആയിട്ടുള്ള കമന്റ് പറഞ്ഞു, തീർച്ചയായിട്ടും അപ്പോൾ വരുന്ന ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ഇമോഷൻ ആണ് ആങ്കർ എന്ന് പറയുന്നത്. അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. ഇനിയിപ്പോൾ വർക്ക് പ്ലേസിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന നിലയിൽ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിലെ CEO അവരുടെ ഒരു ലേഡി എംപ്ലോയി കുറച്ച് ദിവസമായിട്ട് വളരെ ഓഫായിട്ട് കാണുന്നു, അവർ ഡെഡ് ലൈൻസ് ഒക്കെ മിസ് ചെയ്യുന്നു, വർക്കൊക്കെ അതുകൊണ്ട് പെൻഡിങ് ആവുന്നു എന്ന് കാണുകയാണ്. അപ്പോൾ നേരെ ചെന്നിട്ട് അവരെ വഴക്ക് പറയുകയോ അവരെ പുഷ് ചെയ്യുകയോ ചെയ്യുന്നിടത്ത് കാര്യമില്ല, മറിച്ച് അവരുടെ പ്രശ്നം മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അയാളുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം അവരോട് പോയി പ്രശ്നം ചോദിക്കുമ്പോൾ ചിലപ്പോൾ മേ ബി അവരൊരു ഡിവോഴ്സിലൂടെ പോവുകയായിരിക്കാം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ വർക്ക് അവേഴ്സ് ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി കൊടുത്ത് അവർക്ക് ടെമ്പററിലി അവരുടെ വർക്ക് ലോഡ് ഒന്ന് കുറച്ചു കൊടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ടിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി ചിലപ്പോൾ നേരത്തെ ആ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും കമ്പനിക്ക് തന്നെ അതിന്റെ ഉപകാരം ഉണ്ടാവുകയും ചെയ്യും. ഇനി ഒരു ടീച്ചർ എന്നുള്ള രീതിക്ക് എങ്ങനെയാണ് ഇമോഷണലി ഇന്റലിജന്റ് ആകുന്നത്, ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സപ്പോസ് ഒരു കുട്ടി ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരുന്നു, എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ബ്ലെയിം ചെയ്ത് നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ കുട്ടിക്ക് കുറച്ചും കൂടെ മോശമായിട്ടുള്ള ഗ്രേഡിലേക്ക് ആ കുട്ടി പോകും. എന്നാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും, ഇമാജിൻ ആ കുട്ടിയുടെ ഫാദറിന് ജോലി നഷ്ടപ്പെട്ടു, രാത്രിയിൽ ആ കുട്ടി ജോലിക്ക് പോകുന്നതാണ് അവരുടെ ഏക ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാവിലെ അത് ലേറ്റ് ആയിട്ട് വരുന്നതും ക്ലാസ്സിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നതും. ഇങ്ങനെയൊക്കെ നമ്മൾ റീൽസ് ഒക്കെ കാണാറുണ്ടല്ലോ, മെസ്സേജ് ഒക്കെ തരുന്ന റീൽസ്. ഇപ്പം ഞാനൊരു ഇമാജിനറി സെനാരിയോ ആയിട്ട് പറയുകയാണ്, അങ്ങനെ ഒരു റീസൺ ആണ് ആ കുട്ടി പറയുന്നത് എങ്കിൽ ചിലപ്പോൾ ഒരു സ്കൂൾ വഴി നമുക്ക് അതിനൊരു മോണിറ്ററി ഫണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ എന്തെങ്കിലും ഒരു ജോബ് നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും. ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആവുന്നതുകൂടി ആ കുട്ടി ബാക്ക് ടു ട്രാക്ക് വരികയും ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഗ്രേഡ്സ് വാങ്ങിച്ചെന്നും ഇരിക്കും. ഇമോഷണൽ ഇന്റലിജന്റ് ആകുന്നത് വഴി പലപ്പോഴും പല സിറ്റുവേഷൻസിനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോസിറ്റീവ് ഔട്ട്കം ഉള്ള കാര്യങ്ങളാക്കി മാറ്റിയെടുക്കാമെന്നുള്ളതിന് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ സിമിലർലി റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2014 മൈക്രോസോഫ്റ്റ് CEO ആയിരുന്ന ആള് ഒരു കമ്പനി ഡെമോ നടക്കുന്നതിനിടയ്ക്ക് ഒരു എംപ്ലോയി വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ബ്ലണ്ടർ ചെയ്യുകയും എന്നാൽ ആ CEO അതിനോട് റെസ്പോണ്ട് ചെയ്ത രീതി വളരെ വ്യത്യസ്തമായിരുന്നു, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ കാണുന്ന രീതിക്കുള്ളതായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും മിസ്റ്റേക്സ് ചെയ്യും, മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മിസ്റ്റേക്ക് പിന്നെ ആ പ്രോബ്ലം സോൾവിങ്ങിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ആ എംപ്ലോയി ഒരിക്കലും അദ്ദേഹം ബ്ലെയിം ചെയ്തില്ല. അദ്ദേഹത്തിന്റെ എംപ്ലോയിയുടെ സൈക്കോളജിക്കൽ സേഫ്റ്റി ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയോറിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് ഈ ഇൻസിഡന്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പെപ്സിക്കോ കമ്പനിയുടെ ഫോർമർ CEO ആയിരുന്ന ഇന്ദ്ര, അവർ CEO ആയ സമയത്ത് അവരുടെ സീനിയർ എക്സിക്യൂട്ടീവ്സിന്റെ ഫാമിലിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു ലെറ്റർ എഴുതി. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ട് വന്ന് നിങ്ങൾ പ്രൗഡ് ആയിരിക്കണം എന്ന് പറഞ്ഞൊരു ലെറ്ററാണ് അവരെഴുതിയത്. അവരുടെ സീനിയർ എക്സിക്യൂട്ടീവ്സ് എത്ര ടാലന്റഡ് ആണെങ്കിലും അവർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ എഴുതേണ്ട കാര്യമില്ല സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ. എന്നാൽ
പേഴ്സണൽ കണക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം വർക്ക് മോട്ടിവേഷനോട് റിലേറ്റഡ് ആണെന്ന് അവർ മനസ്സിലാക്കി ആ ഇമോഷണൽ ഇന്റലിജൻസ് വർക്ക് ചെയ്തത് കൊണ്ടാണ് അവരുടെ എംപ്ലോയീസിനാണെങ്കിലും ഫാമിലീസിനാണെങ്കിലും ആ ലെറ്റർ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷവും വാല്യൂഡ് ആയിട്ടും തോന്നിയതും അതുവഴി അവരുടെ എംപ്ലോയീസ് വളരെ ഇഫക്റ്റീവായിട്ട് പിന്നീട് വർക്ക് ചെയ്യുകയും ആ കമ്പനിയോട് വളരെ ലോയൽ ആയിട്ട് നിൽക്കുകയും ചെയ്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണ്? ഇമോഷണൽ ആയിട്ടുള്ള ആളാണോ, ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണോ, അതോ ഇനി വേറെന്തെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആളാണോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.